ഇന്നലെ ബെയിലി പാലം നിർമ്മാണം പൂർത്തീകരിച്ചതിന് പിന്നാലെ ദുരന്തബാധിത മേഖലകളിലേക്ക് കൂടുതൽ ജെസിബികളും ഹിറ്റാച്ചികളും ഒക്കെ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുമെന്നുള്ളതായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. ചിലയിടങ്ങളിലേക്ക് അത്തരത്തിൽ ഹിറ്റാച്ചികളും മറ്റും എത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ മേഖലയിലാണ്. അവിടെ വ്യാപകമായിട്ടുള്ള പരിശോധന പല പോക്കറ്റുകളിലായിട്ട് നടക്കുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ജെസിബിയും ഹിറ്റാച്ചിയും ഒക്കെ ഉണ്ട് താനും. സൈനിക സംഘം ഉൾപ്പെടെയുള്ള റെസ്ക്യൂ ടീമുമുണ്ട്. പക്ഷേ പ്രദേശവാസികളായ ചില ആളുകൾ വലിയ പരാതിയുമായി രംഗത്തേക്ക് വരികയാണ്. അവർ പറയുന്നത് ഇപ്പോഴും വ്യാപകമായി പരിശോധന നടത്തേണ്ട പലയിടങ്ങളിലും ആ അർത്ഥത്തിലുള്ള പരിശോധന നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ ഗതാഗത സംവിധാനം പാലമൊക്കെ തയ്യാറായെങ്കിലും അവിടേക്ക് ജെസിബിയോ ഹിറ്റാച്ചിയോ എത്തിക്കുന്നില്ല എന്നുകൂടി അവർ പറയുന്നു. അത് എത്തിക്കുന്നില്ല എന്നവർ പറയുമ്പോഴും വെറും ആക്ഷേപമായി ഉന്നയിക്കുന്നതല്ല. ചൂരൽമലയിൽ നിരവധി ഹിറ്റാച്ചികളും ജെസിബികളും അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. അവർ ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഇവിടേക്ക് അത് വിടേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇവിടുത്തെ പ്രദേശവാസികളാണ് അവർ. ചേട്ടാ, എന്താണ് നിങ്ങളുടെ പരാതി? എന്താണ് ഇന്നത്തെ ഇപ്പോഴത്തെ പരിശോധനകളിൽ നിങ്ങളുടെ തൃപ്തിയുണ്ടോ? എന്താ അവസ്ഥ? നിലവിലിപ്പോ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ 3-4 ഹിറ്റാച്ചി ഉണ്ടായിട്ട് കാര്യമല്ല, ജെസിബി ഉണ്ടായിട്ട് കാര്യമല്ല. നിലവിൽ ചൂരൽമല ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് വണ്ടികൾ വരാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരെ എങ്ങനെയും എന്താക്കണം, അങ്ങോട്ട് കയറ്റി വിടണം. പിന്നെ രണ്ടാമത് ഞങ്ങൾക്ക് പറയാനുള്ള വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളെ കയറ്റി വിടണം. എന്നാലും നമുക്ക് ഈ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് മാന്തിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ പരിശോധനയിലെ ഈ വരുന്ന ഓരോ ടീമിനൊപ്പം പ്രദേശവാസികളായി 3 ആളുകളുണ്ട്. കൂടുതൽ ആളുകൾ അവർ ഒഴിവാക്കുന്നത് ആൾക്കൂട്ടം വന്ന് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഈ ആൾക്കാർ തിരക്ക് കൂടുന്നുണ്ടാണ് ഒഴിവാക്കുന്നത് പറഞ്ഞ് ഈ നിൽക്കുന്ന വീടുകൾ നിൽക്കുന്ന സ്ഥലവും കാര്യങ്ങളും, അതായത് ഏതാ സ്പോട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അറിയുള്ളൂ. അതായത് ഈ വരുന്ന നിങ്ങൾ തിരയുന്ന ആൾക്കാർക്ക് അറിയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് ആരെയും കയറ്റി വിടുമ്പോൾ ഈ ഒരാളെ കയറ്റി വിടുകയാണെങ്കിൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്ന അംസക്കാരന്റെ വീടാണ്. അംസക്കാരന്റെ വീടിന്റെ അവിടെ തൊട്ടിട്ടില്ല, അവിടെ ഒന്നും കാട്ടിയിട്ടില്ല. അവിടെ ആളുകളുണ്ടായിരുന്നു. വീട്ടിൽ ഫാമിലി ഉണ്ട്. അവര് ഒക്കെ ആ കോൺക്രീറ്റ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ജെസിബി ഒക്കെ താഴെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് റെഡിയാക്കാൻ പറ്റും. വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? ആ വീട്ടില് പിന്നെ 4-5 ചെക്കന്മാര് പുറത്താണുള്ളത്. 4-5 പേര് ആ വീട്ടിലുണ്ട്. 3 ആൾ എന്തായാലും 4 ആളെ ഉറപ്പായിട്ടുണ്ട്. കോൺക്രീറ്റ് ഇളക്കിയിട്ടില്ല. ഇളക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ ഇതേപോലെ കാണിച്ചു കൊടുത്തിട്ട് ബോഡികൾ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് താഴെ എല്ലാ ജെസിബിയും താഴെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. മേലേക്ക് തന്നെ വന്നിട്ട് ഇവിടെ തെരഞ്ഞാലേ താഴെ നിൽക്കുന്ന ജെസിബി പണിയെടുക്കാതെ വെറുതെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. വെറുതെ നിർത്തിയിട്ടെന്നല്ല പറയുന്നത്. വന്ന് ഈ ഒരു വണ്ടി തെരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ ഏരിയയിൽ ഞങ്ങൾക്കറിയാം എത്ര ആൾക്കാർ എവിടെയൊക്കെ വീടുണ്ടെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയാം. ഈ ആവശ്യങ്ങൾ അറിയിക്കാനാണ് ഇപ്പൊ നിങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഇതിപ്പോ അറിയണ്ടെങ്കിൽ ആ വണ്ടി ഇങ്ങോട്ട് കയറ്റി വിടാൻ എല്ലാ സജ്ജീകരണം അവർ ചെയ്യണം. പിന്നെ രണ്ടാമത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ മറ്റേ ആൾക്കാരെ കയറ്റിവിട്ടെന്ന്. ആരെ കയറ്റിവിട്ട് 4 ദിവസമായി സംഭവിച്ചിട്ട് പറ്റിയൊരു കാലാവസ്ഥയാണ് ഇത്. പറ്റിയൊരു കാലാവസ്ഥയാ. ഈ സമയത്ത് തെരഞ്ഞാലേ നമുക്ക് പറയും. ഇനി മഴ പെയ്യോ ഇല്ലയോ നമുക്ക് അറിയൂല. മഴ എല്ലാ വീടുകളും അറിയാം. ഞാൻ മുണ്ടക്കയിൽ ജനിച്ച ആളാ. എന്റെ വീട് പുഞ്ചിരിമട്ടത്താണ്. എത്ര വീടുണ്ടെന്ന് എന്റെ ഭാര്യ പോയതാണ്. അതേപോലെ ഇതേപോലെ എത്ര കുടുംബം ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കിടക്കണ്. ഒന്ന് ചെയ്ത് ആ വണ്ടി ഒന്നും ഇങ്ങോട്ട് വിട്ടുകയാണെങ്കിൽ ഇപ്പൊ നല്ല കാലാവസ്ഥ. എന്നിട്ട് ഉച്ച കഴിഞ്ഞാൽ മഴയും വരും. അപ്പൊ രക്ഷാപ്രവർത്തനം നിർത്തിയെന്നും പറയും. ഈ ജെസിബി മണ്ണ് അങ്ങോട്ട് എടുത്തിട്ട് കാര്യമില്ല. കുറച്ച് താഴ്ചയോടെ നമ്മൾ നോക്കണം. പിന്നെ ഇതേപോലെ സ്ലാബിന്റെ അടിയിൽ നോക്കണം. പിന്നെ ഓരോ വീട്, ഇപ്പൊ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ നമ്മൾ പറയില്ല 13 ആളുണ്ട്. അതിൽ ആ ഒരാളെ കെട്ടിയിട്ടുള്ളൂ. അപ്പൊ അവിടെ നിന്നുള്ള നമുക്ക് അവിടെ നോക്കണം. കാരണം ഇവിടുത്തെ ആൾക്കാർ നിങ്ങൾ വിടണം, നിർബന്ധമായിട്ട് വിടണം. എനിക്ക് ഒരു ടീമിന്റെ കൂടെ പോകാൻ എന്നോട് പറഞ്ഞതാ ഇന്നലെ വില്ലേജ് ഓഫീസർ വിളിച്ചിട്ട്. പക്ഷെ ഞാൻ ഇവിടെ അല്ല താമസം, ഞാൻ മേപ്പാടിയാണ്. അപ്പൊ ഞാൻ മേപ്പാടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ എന്താ ഇതിന് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ചാനലുകാരെന്താ ചോദിക്കേണ്ടത്, ഇത് മുൻകൂർ ആരെ അറിയിച്ചതെന്ന് ചോദിക്കണം. ഈ ബന്ധപ്പെട്ടവർ ഈ മുൻകൂർ ഈ ജനങ്ങളെ എങ്ങനെ അറിയിച്ചതെന്ന് നിങ്ങൾ പറയണം. ഞങ്ങളൊക്കെ ഈ പ്രദേശവാസികളാണ്. ഇവിടെ നഷ്ടപ്പെട്ട ഞങ്ങൾക്കാണ്. നഷ്ടപ്പെടുക എന്റെ അമ്മ, എന്റെ അനിയൻ, എന്റെ പെണ്ണുങ്ങളെ ഇടത്തിമാര്, ഞങ്ങളുടെ കുടുംബത്തിന് 5 ആൾ നഷ്ടപ്പെട്ട. അപ്പൊ അതുകൊണ്ട് എന്താ അറിയോ, അത് നിങ്ങൾ ചോദിക്കണം. ഞങ്ങൾ പറഞ്ഞിട്ട് അത് ഇതാക്കണ്ട, നിങ്ങൾ ചോദിക്കണം. അത് തന്നെയാണ് എന്ത് മുന്നറിയിപ്പ് ആർക്ക് നൽകിയെന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ന് ഏറ്റവും വലിയ അനുഗ്രഹമായി നിൽക്കുന്നത് കാലാവസ്ഥ അനുകൂലമാണ്, മഴയില്ല. എല്ലാം കൊണ്ടും അന്തരീക്ഷം കൃത്യമായി തെളിഞ്ഞു നിൽക്കുകയാണ്. ഇന്നലെയൊക്കെ മഴ കാരണം പലപ്പോഴും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ രക്ഷാപ്രവർത്തനം. ഇന്നിപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അടിയന്തരമായി എത്തിക്കേണ്ട സംവിധാനങ്ങൾ എത്തിക്കേണ്ട അടുത്തെത്തി നാട്ടുകാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് ആ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കണമെന്നൊരു ആവശ്യമാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. പ്രദേശവാസികൾ എന്ന് പറയുമ്പോൾ ഇവിടെ താമസിക്കുന്നവരാണ്. അവർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരോടൊപ്പമുള്ള പലരെയും ഇനിയും കണ്ടെത്താനുണ്ട്. ആ വേദനകൾക്കിടെ നിന്നുകൊണ്ടാണ് അത്തരമൊരു അഭിപ്രായം. അതവർ വിമർശനമായി പറയുന്നതല്ല, അത്തരമൊരു ഇടപെടലും ഏകോപനവും ആ അർത്ഥത്തിൽ വേണമെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം.